ഹായ് ഓൾ, എല്ലാവരും പാർട്ട് 1 ബത്തുകേവിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒരുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബത്തുകേവിന് അടുത്തായിട്ടുള്ള രാമായണ കേവ് എന്ന കേവാണ്. ഇവിടെ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് 10 റിങ്കറ്റ് കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്താൽ അകത്തേക്ക് കയറാനായിട്ട് പറ്റും. ബത്തുകേവിനടുത്തുള്ള ഈ രാമായണ കേവിനെ പറ്റി പറയുകയാണെങ്കിൽ, ബത്തുകേവിന് അടുത്തുള്ള രാമായണ ഗുഹ രാമായണ കഥ പറയുന്ന മനോഹരമായ പ്രതിമകളും രൂപങ്ങളും നിറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരുപാട് ചുണ്ണാമ്പുപാളികളാൽ നിർമ്മിതമായ ഒരു ഗുഹ തന്നെയാണ് ഇത് മനോഹരമായ പ്രതിമകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിൽ കൂടുതൽ കുട്ടികൾക്ക് ഇവിടം ഇഷ്ടപ്പെടും. രാമായണ കഥയെ ആസ്പദമാക്കി എല്ലാ ശിലകളും ഇവിടെയുണ്ട്. നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെ അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ അവർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പല പല നിറത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചും വർണ്ണങ്ങൾ ഉപയോഗിച്ചും നല്ല രീതിക്ക് തന്നെയാണ് ഇത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കയറുമ്പോൾ മുതൽ തന്നെ ചെറിയ ചെറിയ ഗുഹകൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഓരോ ഗുഹകൾക്കും ഓരോ പേരുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ശില്പങ്ങൾക്ക് ശിലയുടെ മുന്നിലും ഇതെന്താണ് എന്നുള്ളത് ചെറിയ രീതിയിൽ അവർ വിവരിച്ചുകൊണ്ടുള്ള ബോർഡുകളും ഇതിനു മുമ്പിലായിട്ട് അവർ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ശിലകൾ എത്ര മനോഹരമാണ് ചെയ്തിരിക്കുന്നതെന്ന്. അവിടെ ഓരോ ശിലയുടെ അടുത്തും ലൈറ്റുകൾ എത്ര മനോഹരമായാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഇതിൽ കയറി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുംഭകർണന്റെ ആ ശിലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശില. അതുപോലെ തന്നെ ഹനുമാൻ ലങ്കയിൽ വന്ന് സീതാദേവിയെ കാണാനായിട്ട് ആദ്യം വരുമ്പോൾ ഹനുമാനെ രാവണന്റെ പടകൾ പിടിച്ച് രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ആ ഒരു ശിലയും വളരെ മനോഹരമാണ്. എന്തുകൊണ്ട് മറ്റ് ശിലകൾ അത്ര മനോഹരമല്ല എന്നല്ല പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ശിലകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇത് കണ്ടിട്ടുള്ളവർ ഏത് ശിലയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. സീതാദേവിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് വില്ല് കുലയ്ക്കുന്ന ആ ശിലാരൂപങ്ങളൊക്കെ എത്ര മനോഹരമായാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ നോക്കൂ. ഓരോ ശില്പത്തിനു മുമ്പിലും ആ ശില്പം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വളരെ വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ബോർഡും മനോഹരമായിട്ട് തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിലകളിൽ ഒന്നെന്ന് പറഞ്ഞ സീതാദേവിയെ കണ്ടെത്താനായിട്ട് ആദ്യമേ ലങ്കയിൽ ഹനുമാൻ വരുന്ന ആ രംഗത്തിന്റെ ശില്പം. നിങ്ങൾ ആദ്യമേ ബത്തുകേവ് കണ്ടതിന് ശേഷം അവിടുന്ന് തിരിച്ച് ഇത് കാണാൻ വരികയാണെങ്കിൽ എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റില്ല. കുറച്ച് ആ ബത്തുകേവ് കയറിയതിൻ്റെ കുറച്ച് ക്ഷീണങ്ങൾ ഇതിൽ കയറുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് പടികളൊക്കെ കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കയറുക. കാരണം ചെറിയ പടികളാണ്. കഴിവതും തിരക്കില്ലാത്ത ദിവസങ്ങൾ നോക്കി വരിക. ഇവിടെ പബ്ലിക് ഹോളിഡേ വരുമ്പോഴും അതുപോലെ തന്നെ പ്രധാന വിശേഷങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് തിരക്ക് ഒഴിവാക്കുന്ന രീതിക്കുള്ള സമയത്ത് വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പടികൾ കയറി നമ്മൾ മുകളിലോട്ട് ചെല്ലുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇത് ശിവൻ ധ്യാനിക്കുന്ന രൂപത്തിലുള്ള ഒരു ശില്പം ഇരിക്കുന്ന ഒരു ഗുഹയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അകത്തേക്ക് ചെരുപ്പുകൾ ഉപയോഗിക്കാനോ മൊബൈലുകൾ ഉപയോഗിക്കാനോ പാടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ചെരുപ്പുകൾ ഉള്ളിൽ ചെന്നപ്പോഴത്തേക്കും ഉള്ളിലുള്ള എല്ലാവരും തന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ഞാനും ആ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു. ഇവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചുണ്ണാമ്പാളികൾ ചെറിയ കൽരൂപങ്ങളായി അതിനു മുകളിലേക്ക് നീരുറവയിൽ നിന്ന് വെള്ളം ഇറ്റിട്ട് വീഴുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നത് തനിയെ രൂപം കൊണ്ടതാണെന്നാണ് പറയപ്പെടുന്നത്.
സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ശിവന്റെ ശില്പമുള്ള ഈ ഒരു സ്ഥലം ധ്യാന രൂപത്തിലിരിക്കുന്ന ശിവനാണ്. നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. താഴെ പീഠങ്ങളൊക്കെ ഉണ്ട്. ഇരുന്ന് നമുക്ക് പീസ്ഫുൾ ആയിട്ട് ധ്യാനം ചെയ്യാൻ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ ധ്യാനം കഴിയുമ്പോൾ ലഭിക്കും. നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ചുണ്ണാമ്പ് പാളി കൊണ്ട് ചെറിയൊരു കൽരൂപമാണ്. രൂപം എന്ന് പറയാൻ പറ്റിയ ഒരു കല്ലാണ്. അവിടെ മാല ഇട്ടിട്ടുമുണ്ട്, അവിടെ നേർച്ചകൾ ഇട്ടിട്ടുമുണ്ട്. എന്താണെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ മുകളിൽ നിന്ന്, നീരുറവയിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് ഓരോ തുള്ളിയായിട്ട് വെള്ളം വീഴുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഫോണിന് ക്ലാരിറ്റി കുറവായതുകൊണ്ട് അത് നമുക്ക് അത്ര ഡീപ്പായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് അവിടെ ആരും ഇല്ല എന്നതാണ് വളരെ സത്യം. അവിടെ അതിനെപ്പറ്റി സൈൻ ചെയ്തുകൊണ്ടൊരു ബോർഡും തന്നെ ഇല്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുംഭകർണൻ്റെ ആ ഒരു ശില്പം. എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കുക. കുംഭകർണന് ഫുഡ് കൊണ്ടുവരുന്നതുമല്ല, അതിനെ വിശദീകരിച്ചുകൊണ്ട് അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ഉറങ്ങുന്ന കുംഭകർണനെയാണ് അവരാ ശില്പത്തിലൂടെ ചെയ്തു വച്ചിരിക്കുന്നത്. ചെരുപ്പിട്ട് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവർ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ മാത്രം ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കിയുള്ളിടത്ത് വരുന്നവരെല്ലാവരും തന്നെ ചെരുപ്പും ഷൂസും എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് അതിലൂടെ നടന്നു പോകുന്നത്. ഇവിടെ ഓരോ ചെറിയ ഗുഹകൾക്ക് ഓരോ പേരുണ്ട്. ഞാനിത് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഗുഹയിൽ കയറിയപ്പോഴത്തേക്കാണ് ഞാൻ ഇതിൻ്റെ പേര് ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കൊണ്ട് ആ പേര് തെളിഞ്ഞ് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബത്തുക്കേവിന് അടുത്തായിട്ട് തന്നെ ഒരു 5 രൂപ റിങ്കറ്റ് പാസ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു നമുക്ക് ഇതുപോലെ തന്നെ കയറി കാണാൻ പറ്റുന്ന ഗുഹകളുണ്ട്. അവിടെ ഒന്നിൽ ഇതുപോലെ തന്നെ ശില്പങ്ങൾ വെച്ചുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. ഒന്നിലാണെങ്കിൽ നമുക്ക് ഒരു സൂ പോലാണ്, പാമ്പ് അതുപോലത്തെ സാധനങ്ങൾ ഒക്കെ കണ്ട് നമുക്ക്. പക്ഷെ അവിടെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. മറ്റ് ശില്പങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഫോൺ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരിക്കൽ അവിടെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ എടുത്ത് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് രാമായണ കേവിൻ്റെ മനോഹരമായ കാഴ്ചകൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വ്ളോഗിൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ സംസാരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യാനും എനിക്ക് സാധിക്കുമ്പോഴത്തേക്കും എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയി തന്നെ ഞാൻ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.